നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറിൻ്റെ കൂട്ടുകാരെ. വളരെ വിഷമത്തോടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വാർത്തകളിൽ ഈ 1.5 വയസ്സുള്ള കണ്ണൻ എന്നൊരു മോൻ അതിക്രൂരമായി രണ്ടാമനച്ഛൻ്റെ ക്രൂരതയിൽ ആ കുഞ്ഞ് മരിച്ചു. എന്ത് കഷ്ടമാണല്ലേ. നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ സാധിച്ചില്ലെങ്കിൽ അനാഥാലയത്തിലോ അല്ലെങ്കിൽ ശിശുഭവനിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടായിരുന്നു. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എത്ര ദമ്പതികൾ വഴിപാടും എല്ലാം നേർച്ചയായിട്ട് കഴിയുന്നു. വളരെ വിഷമമുണ്ട് കൂട്ടുകാരെ. ആ കുഞ്ഞിന് ഒന്ന് കരയാനോ അതിൻ്റെ വേദന കടിച്ചമർത്താനോ അതിന് സംസാരിക്കാൻ പോലും വയ്യാത്തൊരു കുഞ്ഞു കൊച്ച്. സാധാരണ വളരെ വിഷമമുണ്ട്. നമുക്ക് മക്കളുണ്ട്. ഒരു നിമിഷം, അതായത് ഇപ്പം ഞാനൊക്കെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രശ്നം വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ കുഞ്ഞുങ്ങളെ കൊതു കടിച്ചതിൻ്റെ പേരിലാണ്. ഞാൻ വീട്ടിൽ എൻ്റെ വൈഫിൻ്റെ അടുത്തായാലും എല്ലായിടത്തും ഞാൻ ദേഷ്യപ്പെട്ടിട്ടുള്ളൂ. സഹിക്കില്ലെന്നേ. ഇതിപ്പോൾ നമ്മളെ മോൻ തന്നെയാണ്. നമ്മളെ കുഞ്ഞുമക്കളല്ലേ. ഇപ്പം എൻ്റെ അതേ മക്കളെ സ്നേഹിക്കും പോലെയാണ് എനിക്ക് കുഞ്ഞുമക്കളത്ത് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം എന്ന് വെച്ചാൽ ആ നാട്ടുകാരുടെ അടുത്ത് ഈ പെണ്ണിൻ്റെ തള്ളയെടുത്താണ്. ഇവർക്കൊക്കെ നേരത്തെ അറിയായിരുന്നു. ഇവരൊക്കെ കയ്യിലും പായലൊക്കെ എന്തൊരു അമ്പഴങ്ങായിരുന്നു. ഒരു നിമിഷം അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലോ ശിശുഭവനിലോ അല്ലെങ്കിൽ അനാഥാലയത്തിൽ അറിയിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇന്നും ഭൂമിയിൽ സുരക്ഷിതമായിട്ട് ജീവിക്കുമായിരുന്നു. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഭർത്താവ് മരിച്ചോ അല്ലെങ്കിൽ ഭർത്താവിന് ഉപേക്ഷിച്ചോ, രണ്ടാം കെട്ട് നിങ്ങൾ എവിടെ പോയി ഉണ്ടാക്കും. പക്ഷെ ആ കുഞ്ഞുമക്കളെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ അനാഥാലയത്തിലോ ഒരു സേഫ്റ്റി ആയിട്ട് കൊടുത്തിട്ട് നിങ്ങൾ പോയി സൂഹിക്കരുത്. ഈ നാട്ടുകാർ, ഞാൻ ഒരു കാര്യം പറയാം, ഒരാൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മരിച്ചിട്ട് അവൻ ചാമ്പലായിട്ടല്ല നാട്ടുകാരും ബാക്കിയുള്ളവർ ഇടപെടേണ്ടത്. അയ്യോ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സഹായിക്കാമായിരുന്നല്ലോ. നിങ്ങൾക്ക് ഓപ്പണായിട്ട് പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾക്ക് പോലീസിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇന്നും ജീവനോടെ ഇരുന്നനെ. നാട്ടുകാർക്ക് അറിയണമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ നാട്ടുകാരത്തൊക്കെ എനിക്ക് ദേഷ്യമുണ്ട്. അവർക്കറിയാമെങ്കിൽ അവർക്കൊന്ന് പോലീസിൽ അറിയിച്ചില്ലായിരുന്നു. അതായത് അവരവരെ വീട്ടിൽ വരുമ്പോഴേ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോഴേ ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളും ഉണ്ടോ. എല്ലാവരും സ്വാർത്ഥരാണ്, എല്ലാവരും സ്വന്തം താല്പര്യമാണ്. വീടിൻ്റെ അടുത്ത് ഒരാൾ മരിച്ചു, അയ്യോ അവന് കടം, അയ്യോ നേരത്തെ അറിഞ്ഞിട്ട് നമ്മളെ സഹായിക്കാറുന്നില്ല, അവൻ ചാമ്പലായിട്ടാണ് സഹായിക്കാൻ വേണ്ടി പോകണം നാട്ടുകാർ. എന്ത് നശിച്ച ലോകമൊന്നും ഇത്. ആ പ്രതികളെ കയ്യിൽ കിട്ടിയ പോലീസ് സാറന്മാരോട് ആ കുഞ്ഞ് അനുഭവിച്ച പോലത്തെ ആ കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ അവരെ ഒന്ന് സ്നേഹിക്കണം, പ്രതികളെ. ഓക്കെ, എനിക്കിപ്പോൾ വേറെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ കൂട്ടുകാരെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.